ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ദൈവം 7-ാം ദിനം വിശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരധ്യായം അവസാനിക്കുന്നത്. ദൈവം വിശ്രമിക്കുക സാധ്യമാണോ? സൂര്യൻ കെട്ടുപോകാന്ന് പറഞ്ഞാണൊക്കെ. സൂര്യൻ കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ജീവൻ്റെ തുടിപ്പ്, സ്പന്ദനം, ജീവൻ തന്നെ സാധ്യമാണ്. അതുകൊണ്ടാണ് പിന്നൊരിക്കൽ നസ്രത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവ് ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല. അപ്പോൾ അത് യുക്തിക്ക് നിരക്കുന്ന ഒരു നിരീക്ഷണമല്ല, പക്ഷേ അഗാധമായ ധ്യാനമുള്ള ഒന്നാണ്. ദൈവം വിശ്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്രമങ്ങളെ കുറേ കൂടി ദൈവികമാക്കുക എന്നുള്ള ക്ഷണമുണ്ട്. അതിനെ കുറേ കൂടി സേക്രട്ട് ആക്കാനായിട്ട്. കാരണം ദൈവം പോലും വിശ്രമിച്ച ഒരിടത്തിൽ മനുഷ്യർക്ക് അവർ വിശ്രമത്തിൽ നിന്ന് വഴുതി മാറാനായിട്ട് കാരണങ്ങളില്ല. സാബത്താചരണമൊക്കെ ആ ദൈവത്തിൻ്റെ വിശ്രമമായിട്ട് ബന്ധപ്പെട്ടാണ് ആരംഭിക്കുന്ന കൂടി ഓർമ്മിച്ചാൽ നല്ലതാണ്. സാബത്തിൽ ഒന്നും ചെയ്തുകൂടാന്നൊക്കെ പറയുന്നത് ഇന്ന് നമുക്ക് തോന്നുമ്പോൾ ഒരു പഴയ കാലത്തിൻ്റെ ശാഠ്യമായിട്ട് അനുഭവപ്പെട്ടാലും ആ പ്രത്യേക കാലത്തിൽ, രൂപപ്പെട്ട കാലത്തിൽ അത് കൃത്യമായിട്ട് വിശ്രമത്തിലേക്കുള്ള ക്ഷണമാണ്. തങ്ങളുടെ അടിമകളെ വിശ്രമത്തിന് വിട്ടയക്കാനായിട്ട് യജമാനന്മാരുള്ള ആഹ്വാനമാണ്. വലിയ സാമൂഹ്യ മാറ്റമുണ്ടാക്കുന്ന, വലിയ മനുഷ്യൻ്റെ തന്നെ ചരിത്രത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റിൻ്റെ പേരായി വിശ്രമം, ശാബത്ത് എന്നൊക്കെ പറയുന്നത്. അട്ടെ, എന്തിനായിരിക്കണം ദൈവം വിശ്രമിച്ചത്? ഒന്ന്, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒന്ന് പിൻവാങ്ങി ചില കാര്യങ്ങൾ കാണാനായിട്ടുള്ള ക്ഷണമാണ്. നമുക്കറിയാം, ഒരു ചിത്രകാരൻ ചിത്രം വരച്ചതിന് ശേഷം ഒന്ന് പുറകോട്ട് മാറിയെന്ന് കാണുന്നുണ്ട്. അതിന് രണ്ട് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, അയാളുടെ തന്നെ ആ ഒരു സൃഷ്ടിയെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, അയാൾ അതിനകത്ത് തന്നെ ചില അപൂർണതകളെ കണ്ടെത്തുന്നുണ്ട്, പരിഹരിക്കപ്പെടാവുന്ന ചില ന്യൂനതകളെ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ വിശ്രമത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മം അത് തന്നെയാണ്. ഒരു ഇത്തിരി മാറി നിന്നുകൊണ്ട് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക, ഒരുതരം ഇൻട്രോസ്പെക്ഷൻ റിട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒന്നാണ്. ചെയ്ത കാര്യങ്ങളെ ഒന്നുകൂടി കാണുക. അത് ഗാർഹിക വ്യവഹാരങ്ങളാവാം, സമൂഹത്തിൽ ചില ഇടപെടലുകളാവാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാവാം. ഒന്ന് പിന്നോട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ചെയ്ത കാര്യത്തെ ഒന്ന് മാറി നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഒരു ഒരു കുശവൻ ഒരു കലം മെനയുമ്പോൾ പോലെ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, അയാളിങ്ങനെ പല ആംഗിളിൽ നിന്ന് ഇതേ കലത്തെ കാണുന്നുണ്ട്. എന്നും കലം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അല്ല, എന്തിനു വേണ്ടിയാണ് ഈ ഒരു സമയം ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നത്? ഒന്ന്, പിന്തിരിഞ്ഞ് കാണാനായിട്ടുള്ള ഒരു കാലത്തിൻ്റെയോ നേരത്തിൻ്റെയോ ഒക്കെ പേരാണ് വിശ്രമം. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ മതിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഒരാൾക്ക് അയാളെക്കുറിച്ച് മതിപ്പ് അനുഭവപ്പെടുക എന്ന് പറയുന്നത് ജീവിക്കാനുള്ള മിനിമം ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് സന്തോഷം അനുഭവപ്പെടുന്നു. നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ മീതെ നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്നു. ക്രിസ്തു പറയുന്ന കണക്ക്, നിങ്ങൾ കാണുന്നവ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ എത്ര അനുഗ്രഹീതം, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ കഴിഞ്ഞ കാതുകൾ എത്ര അനുഗ്രഹീതം എന്ന് നമുക്ക് നമ്മളുടെ തന്നെ ചില വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം തിരുത്തേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. കാരണം മാറി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് തന്നെ ന്യൂനതകളെ പിടുത്തം കിട്ടുകയുള്ളൂ. ഒരു കാര്യത്തിനകത്ത് പൂർണ്ണമായിട്ട് മുങ്ങി നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ന്യൂനതകളെ, കുറവുകളൊന്നും കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു തേർഡ് പേഴ്സണെ കണക്ക് മാറി നിൽക്കുമ്പോൾ ഇതിൻ്റെ അപാകതകൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അതുകൊണ്ടാണല്ലോ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ വിശ്രമത്തിന് ശേഷം പിന്നെയും ചില കാര്യങ്ങൾ ഭൂമി സംഭവിക്കുന്നുണ്ട്. ദൈവം വിശ്രമത്തോടുകൂടി ഭൂമിയുടെ സൃഷ്ടിയുടെ ആ ചരിത്ര കഥകൾ അവസാനിക്കുന്നില്ല. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ വായിച്ചു കേൾക്കുന്ന ദൈവം സ്ത്രീക്ക് ജന്മം കൊടുത്തു. കാരണം മാറി നിന്ന് നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലാക്കി താൻ സൃഷ്ടിച്ച പുരുഷൻ എന്ന് പറയുന്നത് വല്ലാതെ ഏകന. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള സങ്കടത്തിൻ്റെ പേരാണ് ഏകാന്തം എന്ന് പറയുന്നത്. പക്ഷേ താൻ സൃഷ്ടിച്ച സൃഷ്ടി വസ്തുക്കളിലൊന്ന് ആ ഏകാന്തം എന്ന് പറയുന്ന കഠിന സമ്മർദ്ദത്തിൽ ആ കഠിനമായിട്ട് പനിച്ചു നിൽക്കുന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവം പോലെ ഇത്തിരി മാറിയെന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി ഈ മനുഷ്യൻ ഏകനാണെന്നുള്ളത്. അതുകൊണ്ട് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്, അയാൾക്ക് കൂട്ടുപോകാനായിട്ട് ഒരു സഹയാത്രിയെ സൃഷ്ടിക്കുക. അങ്ങനെയാണല്ലോ വിശ്രമത്തിന് ശേഷമാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായ ആ നാരി എന്ന് പറയുന്ന, സ്ത്രീ എന്ന് പറയുന്ന ഒരു ജീവിതക്രമത്തെ രൂപപ്പെടുത്തുക. അപ്പോൾ ഒന്ന് നിശ്ചയമായിട്ടും അതാ. രണ്ടാമതായിട്ട് ഇങ്ങനെ ഏകദാനതയെ നേരിടാനായിട്ടുള്ള ഒരു പ്രക്രിയയുടെ പേരാണ് വിശ്രമം. ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറേ കഴിയുമ്പോൾ നിശ്ചയമായിട്ട് അതിനകത്ത് മടുപ്പ് അനുഭവപ്പെടും. മടുപ്പ് അനുഭവപ്പെടുക എന്ന് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ സോളില്ലാതെ പോകാന്നുള്ള, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അനുഭവപ്പെടുന്നുണ്ടാകും. പക്ഷെ വൈകാതെ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ പ്രവർത്തികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ അതിനകത്തുനിന്ന് പ്രതിഫലമോ ജീവിതമോ ഒക്കെ പങ്കുചേരുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ആത്മാവിനകത്തില്ല. കാരണം കുറേ കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യാന്ത്രികം എന്ന് പറയുന്നത് ഒരു കാര്യമായിട്ട് അനുഭവപ്പെടുന്നു. യാന്ത്രികം എന്ന് പറയുന്നത് മനുഷ്യൻ ഭയപ്പെടേണ്ട, മനുഷ്യൻ പ്രതിരോധിക്കേണ്ട ഏറ്റവും വലിയ അപകടം. എപ്പോൾ വേണമെങ്കിലും ഒരാളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്ന ഒന്നിൻ്റെ പേരാണ് യാന്ത്രികം എന്ന് പറയുന്നത്. ഈ നഗരങ്ങളെ ഭയപ്പെടുക എന്നൊക്കെ ഗ്രാമങ്ങളെന്ന് പറയുമ്പോൾ പോലും നമ്മൾ അർത്ഥമാക്കുന്ന ഇങ്ങനെ വലിയ ഫ്ലാറ്റുകൾ വരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിലം നികത്തി
കെട്ടിടങ്ങൾ പണിയുന്നതിനെക്കുറിച്ച്, റിസോർട്ട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊന്നും അല്ല വാസ്തുവിൽ ഭയപ്പെടേണ്ടത്. വാസ്തുവിൽ ഭയപ്പെടേണ്ടത് നമ്മുടെ ജീവിതങ്ങൾ ഒരുപക്ഷെ യാന്ത്രികമായി പോയേക്കാം എന്നുള്ള ഭയമാണ്. ഈ നഗരത്തെക്കുറിച്ചുള്ള ഭയം പോലും നമ്മൾ ഉളവാക്കേണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ യാന്ത്രികമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കൺസ്ട്രക്റ്റീവായ ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. ആ ബ്രേക്ക് ഇല്ലെങ്കിൽ വളരെ വൈകാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇതിന് ആത്മാവില്ലാതെ പോകും. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു വിശ്രമത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു കാര്യം സംഭവിക്കുന്നു. പുതിയ ഒരു സർഗാത്മകതയുടെ വിത്തുകൾ വന്ന് വീഴുന്നു. അതിങ്ങനെ ഒരിടത്ത് വെറുതെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മുളപൊട്ടുന്ന കണക്കാം. നമുക്കറിയാം ഈ ഭൂമിയിലെ പച്ചയൊക്കെ എങ്ങനെയാണ് മുളപൊട്ടുന്നത്. ഒരു മഴ കഴിയുമ്പോഴേക്കും അതിനകത്ത് നിന്ന് ഇങ്ങനെ വിത്തുകളൊക്കെ ഇങ്ങനെ മുളപൊട്ട് വരുന്ന കണക്ക് ഈ കൺസ്ട്രക്റ്റീവായ വിശ്രമം എന്ന് പറയുന്ന വാക്കിനെ പലപ്പോഴും ഇങ്ങനെ പിരിച്ചെഴുതി കാണാറുണ്ട്. വിശേഷപ്പെട്ട ശ്രമം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ഒരു പിൻവാങ്ങല, സവിശേഷമായ ശ്രമം എന്നൊക്കെ ചിലയിടങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സവിശേഷമായ ഒരു ശ്രമത്തിൽ, ആ സവിശേഷമായ പിൻവാങ്ങലിൽ നിങ്ങളുടെ തന്നെ സാധ്യതകളുടെ വിത്തുകൾ ഇങ്ങനെ മുളപൊട്ടുകയാണ്. അതിനുശേഷം ഒരാളുടെ ജീവിതം കുറേ കൂടി സ്നേഹപൂർവ്വമാകുന്നു, കവിതുല്യമാകുന്നു. ഈ ആത്മീയം എന്ന് പറഞ്ഞ സങ്കല്പമൊക്കെ എങ്ങനെയാണ് വാസ്തവത്തിൽ? രണ്ട് ചെതൽപ്പറ്റുകളൊക്കെ ഉള്ള ഒരിടത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആത്മീയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും ഇങ്ങനെ പുറ്റിനകത്തിരുന്ന ഒരാളെന്നല്ലേ. ഒരാൾ അത്രയും വിശ്രമിച്ചത് കൊണ്ട് അയാൾക്ക് മീതിയായിട്ട് ഇങ്ങനെ പുറ്റുകൾ രൂപപ്പെട്ടു. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ വാസ്തവത്തിൽ വെറുതെ വേടം മാത്രമായിരുന്നു. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞ കാട്ടാളെന്ന് പറയുന്ന ഒരാളാണ്. ആ മനുഷ്യൻ ഇതിനകത്ത് ഇരിക്കുമ്പോൾ, അയാൾ വിശ്രമിക്കാനായിട്ട് ഇത്തിരി ഇടം കണ്ടെത്തി കഴിയുമ്പോൾ, പിന്നീട് ആ ചിതൽപുറ്റ് പൊട്ടി പുറത്തേക്ക് വരുന്ന വ്യക്തി വാസ്തവത്തിൽ കാട്ടാളനല്ല, കവിയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു നന്മ, ആർദ്രത, സെൻസിറ്റിവിറ്റി തുടങ്ങിയ ഘടകങ്ങളെ വലിയ അളവിൽ ഊട്ടി വളർത്തുന്ന, വലിയ അളവിൽ ഉണർത്തുന്ന ഒരു പ്രക്രിയയുടെ പേര്, ദൃഢപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് വിശ്രമം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ പുതിയ നിയമം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഈ വിശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നൊരു പുസ്തകമാണ് വാസ്തവത്തിൽ. ക്രിസ്തു തന്നെ വാസ്തവത്തിൽ എന്താ പറയുന്നത്? ആരാ ക്രിസ്തു എന്ന് പറയുന്നത്? ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വിശ്രമിക്കാനായിട്ടുള്ള ഇടവായിട്ടാണ് തന്നെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാമെന്നാണ് പറയുക, സ്വസ്ഥ തരാമെന്നാണ് പറയുക. പിന്നെ വളരെ കൃത്യമായിട്ട് എല്ലാ കാലങ്ങളിലും ഇങ്ങനെ പ്രോഫറ്റ്സ് എന്ന് പറയുന്നവരിങ്ങനെ കർമ്മത്തിലായിരിക്കാനായിട്ടുള്ള ക്ഷണമാണ്. മിക്കവാറും മതസങ്കല്പങ്ങളിലും പോലും അങ്ങനെ തന്നെ നിരന്തരം കർമ്മത്തിലായിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറിനകത്ത് ഇത്തിരി മാറി നിൽക്കാനായിട്ടുള്ള ക്ഷണം ഇത്രയും കൃത്യമായിട്ട് ഒരുപക്ഷെ ഭൂമിയിൽ വേറെ ആരും മുഴക്കിയിട്ടില്ല. നസത്തിൽ യേശുവിനെ കണക്ക് ഒന്ന് രണ്ട് വളരെ കൃത്യമായ സൂചനകൾ ബൈബിളിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചാൽ ഈ കാര്യം മനസ്സിലാകും. ആ മാർത്തായുടെയും മറിയത്തിൻ്റെയും കഥയൊക്കെ എന്താ? ഒരു സ്ത്രീ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. സ്വാഭാവികമായിട്ട് ക്രിസ്തുവിന് അവളുടെ മേൽ അനുഭവമുണ്ട്. വിശേഷിച്ച് നമ്മുടെ കാലത്തിൽ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത് ഈ സ്ത്രീകൾ ചെയ്യുന്നൊരു തൊഴിലിൻ്റെ അതിൻ്റെ ഒരു അളവോ അതിൻ്റെ കാഠിന്യമൊക്കെ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. 8 മണിക്കൂർ ജോലിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ധാരണയുള്ള പുരുഷന്മാർക്ക് ഒരു സ്ത്രീ ചെലവഴിക്കുന്ന തങ്ങളുടെ വീട്ടുകാർ ചെലവഴിക്കുന്ന, തങ്ങളുടെ സഖി ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ധാരണയോ ഇപ്പോഴും പ്രകാശമൊന്നുമില്ലെന്ന് തോന്നുന്നു. വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ ആരംഭിക്കുന്ന ഇത് പാത്രം മോർത്തിരുന്നൊരു 11 മണി വരെയൊക്കെ ആരംഭിക്കുന്ന ഒരു ഡെയിലി റുട്ടീനാണ് അത്. അപ്പോൾ അവളുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഭാരം ആരും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നസ്രത്തിൽ യേശു നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഭൂമിയുടെ ആ വിശ്രമങ്ങളെക്കുറിച്ച് ആവശ്യത്തിലേറെ വ്യാഗ്രതയുള്ള, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ഒരാളാണ്. അതുകൊണ്ട് മാർത്തായോട് ക്രിസ്തു പറയുന്നുണ്ട്, മാർത്ത എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. വളരെ ഗൗരവമായൊരു കാര്യം പറയാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ക്രിസ്തു ഒരു വാക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ജെറുസലേം തള്ളക്കോഴി നിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകെങ്കിൽ ഒതുക്കാൻ കൊതിച്ച കണക്ക് നിന്നെ എൻ്റെ ചിറകെങ്കിൽ ഒതുക്കാൻ ഞാൻ ആശിച്ചെന്നൊക്കെ പറയുന്നതൊക്കെ റിപ്പീറ്റേഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നടപടി പുസ്തകത്തിലേക്ക് വരുമ്പോൾ സാവൂൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടായിട്ട് പറയാനായിട്ട് ഈ ക്രിസ്തു ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷാ രീതിയുടെ പേര്, ഒരു സൂചന പോലുമാണിത്. ഈ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ പദങ്ങൾ പറയുക. എന്നിട്ട് പറയുകയാണ് മാർത്ത. അർത്ഥം ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട എന്താണത്? നീ ഒത്തിരി കാര്യങ്ങൾ വ്യാപൃതയാണ്. മേരി ആവട്ടെ നല്ല ഭാവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മേരി എടുത്തിരിക്കുന്ന നല്ല ഭാവം എന്താണ്? ഒരുതരം ധ്യാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും നല്ല ഭാവമാണ്. അവളിങ്ങനെ ഗുരുപാദങ്ങൾ ഇങ്ങനെ കണ്ണും പൂട്ടിയിരിക്കുകയാണ്. അതിനിടയിൽ അവൾ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ തോന്നുന്നു ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലും പരിസരത്തിലും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചെയ്യാതിരിക്കുന്ന മനുഷ്യർ. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ കുറേ കഴിയുമ്പോൾ യന്ത്രങ്ങൾ കണക്ക് നമുക്ക് അനുഭവപ്പെടുകയും അവരുടെ ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് കാര്യമായ സംശയങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത്തിരി ഒരു ഫിലോസഫിയൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കുണ്ടായിരുന്നു, ഒരു ബീയിങ് ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ഈ ബീയിങ് എന്ന് പറയുന്നൊരു കാര്യം ഈ എപ്പോഴും ഈ നിരന്തരം കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളിൽ നിന്ന് പലപ്പോഴും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഇത്തിരി കണ്ണുപൂട്ടിയിരിക്കുന്ന ഒരാൾ, മാറി നടക്കുന്ന ഒരാൾ, ഗുരുപാദങ്ങളിലിരിക്കുന്ന ഒരാൾ എന്നൊക്കെ ഈ ബീയിങ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. എന്നിട്ട് ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തു പറയുന്നു, ഇവളാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ട് സ്ത്രീകൾക്കിടയിലുള്ള കമ്പാരിസൺ അല്ല, നമ്മുടെ തന്നെ ആ യാമങ്ങൾക്കിടയിലുള്ള കമ്പാരിസണാണ്. ഒരാളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും നല്ല മണിക്കൂർ എന്ന് പറയുന്നത് അയാൾ വിശ്രമിക്കുന്ന മണിക്കൂറാണ്. അത്രയും കൃത്യമായിട്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാട്ടും പുറത്തെ കൂലിപ്പണിക്കാർ മാത്രമുള്ള സംസ്കാരത്തിൽ നിന്ന് ഒരു തച്ചൻ പറയുമ്പോൾ
നമ്മൾക്ക് അതിന് എന്തുമാത്രം റെഫറൻസ് ഉള്ള ഒരു തിരുവചനം അത്. എന്തുമാത്രം നമ്മുടെ വർത്തമാനകാലത്ത് നമ്മൾ ധ്യാനത്തിന് വെക്കേണ്ട വിഷയം ഇത്. ഓരോരുത്തരുടെയും നല്ല ഭാഗം എന്ന് പറയുന്നത് അവരിങ്ങനെ കണ്ണും പൂട്ടിയിരിക്കുന്ന സമയം, അവരിങ്ങനെ വിശ്രമത്തിലായിരിക്കുന്ന സമയം എന്നുള്ള. പിന്നെയും വേറൊരിടത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, നിരന്തരം ഇങ്ങനെ കർമ്മത്തിലായിരിക്കുന്ന ശിഷ്യന്മാരോട് ക്രിസ്തു പറയുകയാണ്, വാ നമുക്ക് മറുകരയിലേക്ക് പോയിട്ട് വിശ്രമിക്കാം. അപ്പോൾ ആ മറുകരയിലേക്ക് പോയിട്ട് വിശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സൂചന, വിശ്രമത്തിൻ്റെ ആ മറുകരയിലാണ് ഒരാൾക്ക് അയാളുടെ ഊർജ്ജത്തെ വീണ്ടെടുക്കാനായിട്ട് പറ്റുക. ഒരു ചുവട് പുറകോട്ട് മാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എപ്പോഴും ഇങ്ങനെ 7 ചുവട് മുമ്പോട്ട് ചവിട്ടാനുള്ള ആയം കണ്ടെത്തുക എന്നുള്ള. നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ കൈത്തോടുകൾ ഇങ്ങനെ ചാടിക്കിടക്കുന്ന കണക്ക് നമ്മൾ ഒരാൾ പോലും ഇങ്ങനെ വക്കത്ത് വന്നിട്ട് ഇങ്ങനെ ചാടാറില്ല. അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഈ തോടിന് നടുക്ക് തന്നെ വീഴും. അതുകൊണ്ട് കുട്ടികളായിരിക്കുമ്പോൾ പോലും നമുക്കറിയാം ഒന്നിങ്ങനെ പുറകോട്ട് ഓടിയിട്ട് മുമ്പോട്ട് ആയം കണ്ടെത്തുക എന്നുള്ള. അപ്പോൾ എപ്പോഴും ഈ വിശ്രമം എന്ന് പറയുന്നത് ഇങ്ങനെ പുറകോട്ട് ആയം കണ്ടെത്തുക എന്നുള്ള. സ്വാഭാവികമായിട്ട് അതിന് ശേഷമുള്ള നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആയുർദൈർഘ്യം, ആയുസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പോലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സവിശേഷമായ ഒന്നായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ വാക്ക് വരുന്നത് പോലും. അപ്പോൾ ഈ പിന്നോട്ട് നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രധാനം. എന്തിനേയും കുറച്ചു കാലം വെറുതെ വിടുക എന്ന് പറയുന്ന ഒരു നല്ലൊരു നിയമം വേദപുസ്തകത്തിൽ നമ്മൾ ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. എന്തിനേയും വെറുതെ വിടണം. അതിന് മനുഷ്യനെ മാത്രമല്ല, മണ്ണിനെ പോലും വെറുതെ വിടണം. വളരെ കൃത്യമായിട്ട് നമ്മൾ ജൂബിലിയുമായി ബന്ധപ്പെട്ട നിയമാർത്ഥ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 1 വർഷം മണ്ണിനെ വെറുതെ വിടണം എന്ന് പറയുക. കാരണം ഇങ്ങനെ മണ്ണിങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. മണ്ണിന് പോലും വിശ്രമം കൊടുക്കണം എന്ന് പറയുന്നൊരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും മതിപ്പ് അനുഭവപ്പെടാത്തത്? ഹുക്കുവാക്കൊക്കെ ആ മണ്ണിനെ വെറുതെ വിടുക എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര കാലമായി? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ജൈവകൃഷിയിലൊക്കെ ഈ പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടത് തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആവുന്നില്ല. ഒറ്റവൈക്കൽ വിപ്ലവം എന്ന് പറയുന്ന ആ ഫുക്കുവാക്കയുടെ പുസ്തകത്തിൽ നിന്ന് ശേഷമാണ് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ മണ്ണിനെ വെറുതെ വിടുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു വായന കിട്ടി തുടങ്ങിയത്. പക്ഷെ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ പറയുകയാണ്, വേദം പറയുകയാണ്, അത് ദൈവാരൂപിയാൽ നയിക്കപ്പെട്ട പുസ്തകം പറയുകയാണ്, നിങ്ങൾ മണ്ണിനെ വെറുതെ വിടുക. 1 വർഷം മണ്ണ് വെറുതെ കിടക്കട്ടെ. കുറേ കൊടുത്ത മണ്ണല്ലേ. അതിങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് എല്ലാ നാടുകളിലും സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും. ഉദാഹരണത്തിനായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷി പണ്ട് ഒറ്റ കൃഷി ഉണ്ടായിരുന്നുള്ളൂ. ഈ അണക്കെട്ടുകളുടെയൊക്കെ ഒരു വരവിന് മുമ്പായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ, കുട്ടനാട്ടിലായാലും പാലക്കാടായാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റ കൃഷിയാണ്. പിന്നീട് ഈ അണക്കെട്ടുകൾ എന്ന് പറയുന്ന ജലത്തിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാധ്യത കൂടുതൽ വർദ്ധിച്ചപ്പോൾ 2, 3 ഒക്കെ കൃഷിയായി. എന്നാൽ ഇന്ന് നോക്കുക, എവിടെയാ വയൽ? അതിനൊക്കെ ആവശ്യത്തിലേറെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്യൂസ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിലേറെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിന് ഉർവരത എന്ന് പറയുന്ന ഒരു സാധ്യത നിലനിൽക്കാതെ പോകും. പിന്നെ നമ്മളാലാവുന്ന വിധത്തിൽ രാസവളങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ എങ്ങനെയെങ്കിലും ഇത് തിരികെ പിടിക്കാനുള്ള ശ്രമമാണ്. അതാവട്ടെ അതിനേക്കാൾ കഠിനമായ അപരാധങ്ങളിലേക്ക്, അതിനേക്കാൾ കഠിനമായ ചതിയിലേക്ക് നമ്മൾ കൂപ്പുകുത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മണ്ണിനെ വെറുതെ വിടുക എന്ന് പറയുന്ന സങ്കല്പം, മനുഷ്യൻ്റെ ശരീരത്തെ വെറുതെ വിടുക എന്നുള്ള സങ്കല്പത്തിൻ്റെ പേരല്ല ഉപവാസം. ശരീരം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, എന്തുമാത്രം ഒരു പക്ഷേ നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. ശ്വാസോച്ഛ്വാസം ഉൾപ്പെട്ട കാര്യങ്ങൾ വിചാരിച്ച ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമാകുന്ന. അപ്പം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ പേര്, യന്ത്രം കണക്കുള്ളൊരു സംഭവത്തിൻ്റെ പേര് ഈ ശരീരം എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ അധികം ദിവസങ്ങൾ ഉപവാസത്തിലായിരിക്കുക എന്ന് പറയുന്ന ശരീരത്തിന് കൊടുക്കുന്ന വിശ്രമമാണ്. സാബത്ത് എന്ന് പറയുന്ന ആ ദൈവിക നിയമത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കാൻ പഠിപ്പിക്കുന്നത് നിശ്ചയമായിട്ട്. അപ്പം ഇങ്ങനെ വളരെ കൃത്യമായിട്ട് വിശ്രമം എന്ന് പറയുന്നൊരു ഘടകത്തെ ഗൗരവമായിട്ട് എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്രമവേളകളെ ഒന്നുകൂടി ഒരു പുനർവിചിന്തനത്തിന് വെക്കേണ്ടതാണ്. ശരിക്കും നമ്മളിപ്പോൾ വിശ്രമം എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിക്കും വിശ്രമത്തിനുള്ള സമയങ്ങളാണോ? അല്ലെങ്കിൽ അവ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാനായിട്ട് പറ്റുന്ന ഒരു സവിശേഷത ഉണ്ടോ അവയ്ക്ക്? പലപ്പോഴും നമ്മൾ നമ്മുടെ അലസതകളെയാണ് വിശ്രമമായിട്ട് തെറ്റിദ്ധരിക്കാറുള്ളത്. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. അലസതയല്ല ഈ വിശ്രമം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. അതിങ്ങനെ വെറുതെ അല്പം പോലും അലസതയല്ല. വളരെ സർഗാത്മകമായിട്ടുള്ള ഒരാളുടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ജൈവികതയോ ആ സർഗാത്മകതയോ ഒക്കെ വീണ്ടെടുക്കാനായിട്ടുള്ള സമയത്ത് അലസതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ താരതമ്യപ്പെടുത്താനും പോലും പാടില്ല. പിന്നെ സംഭവിക്കുന്ന കുഞ്ഞു പ്രശ്നം ഇതാണ്, നമ്മൾ ഈ വിശ്രമത്തെയും ഇങ്ങനെ ശ്രമം കൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വിശ്രമത്തിൻ്റെ കൃത്യമായിട്ടൊരു എന്താ ചെയ്യേണ്ടത് നമുക്ക് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. ആ സമയത്ത് നമ്മളൊരു പക്ഷേ TV കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു. അവിടെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 2ാം ചിന്തയ്ക്ക് വിധേയപ്പെടുത്തുന്നത് നല്ലതാണ്. അതുമൊക്കെ ഇങ്ങനെ കഠിനമായ ശ്രമങ്ങളായിട്ട് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഒരുപക്ഷെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ലളിതമായ സംഭവത്തിൻ്റെ പേരാ വിശ്രമം. സത്യം പറഞ്ഞെന്നാൽ ഇതൊക്കെ തന്നെയാണ് കാലാകാലങ്ങളായിട്ട് ഭൂമിയിൽ പ്രകാശം കിട്ടിയ മനുഷ്യരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധ്യാനം എന്ന് പറയുന്നത്, വെറുതെ ഇരിക്കാനുള്ള ശ്രമം. അപ്പോൾ വിശ്രമം ഈസ് എക്വിവലൻ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന മട്ടിൽ ഈ കാര്യങ്ങൾ എത്താൻ കഴിയുമ്പോൾ ആ അനുഭവം ഒരു സ്പിരിച്വലായൊരു കൺസെപ്റ്റ് എന്തുമാത്രം നമ്മുടെ സെക്കുലറായിട്ട് നമുക്ക് വീണ്ടെടുക്കാനായിട്ടും എന്തുമാത്രം സെക്കുലറായിട്ട് നമ്മളെ പ്രകാശിപ്പിക്കാൻ നമുക്ക് നന്നായിട്ട് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് കുറേ കൂടി ഒരു ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. ഒപ്പം ഈ വിശ്രമിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ എന്നുള്ള അന്വേഷണം ആവശ്യമുണ്ട്.
വളരെ നീതിപൂർവമായൊരു സംസ്കാരത്തിൽ മാത്രമേ ഈ വിശ്രമം സാധ്യമാവൂ. നമുക്കറിയാം, എന്നും കാലാകാലങ്ങളായിട്ട് ഭൂമി രണ്ടുതരം മനുഷ്യരുണ്ട്. ഒരു നിമിഷം പോലും വിശ്രമമില്ലാത്ത മനുഷ്യരും സദാ സോക്കോൾഡ് വിശ്രമത്തിലായിരുന്ന മനുഷ്യരും എല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം വലിയ അളവുകൾ അകലങ്ങൾ നമ്മുടെ കാലത്തില്ലെങ്കിൽ പോലും ഈ പറഞ്ഞൊരു ഫെയ്റ്റ് ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഇങ്ങനെ സദാ ഈ ശ്രമത്തിലായിരിക്കാനായിട്ട് ബാധ്യതയുള്ള മനുഷ്യർ എപ്പോഴും ഭൂമിയിലുണ്ട്. ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലികളിൽ ഏർപ്പെടുന്നവർ, നമ്മുടെ വീട്ടമ്മമാർ, അല്ലെങ്കിൽ ഒരു വലിയ അളവിൽ ഇപ്പോൾ ഒരുപക്ഷെ വളരെയേറെ നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കാണുന്ന IT മേഖലകളിലൊക്കെ ഈ വിശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വലിയ തർക്കം നടക്കുന്നുണ്ട്. കാരണം രാത്രി എന്ന് പറയുന്ന ഒരു സംഭവം വിശ്രമിക്കാനുള്ള, രാത്രി വെറുതെ വിശ്രമത്തിന് വേണ്ടിയുള്ള. അതുകൊണ്ടൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ കുട്ടനാട്ടിലൊക്കെ കൃഷിക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ട്, വരമ്പത്ത് വിളക്ക് വെച്ചുകൊണ്ട് നീ ഇങ്ങനെ പാടം കിളക്കാൻ പോരുന്നത്. അർത്ഥം ഒരു എല്ലാ പണികളും നിൽക്കേണ്ട ഒരു സമയമുണ്ട്, ഈ സൂര്യൻ അസ്തമിക്കാൻ സമയം. നമുക്കറിയാം, ഭൂമിയിലുള്ള എല്ലാ കിളികളും പിന്നെ ചേക്കേറുന്നുണ്ട്. നമ്മളാവട്ടെ ഈ നഗരത്തിൻ്റെ പകലിനെ ഇങ്ങനെ കുട്ടികളുടെ ഇലാസ്റ്റിക് കണക്ക് അല്ലെങ്കിൽ ഈ റബ്ബർ മിഠായി കണക്ക് ഇങ്ങനെ വലിച്ചു നീട്ടാനുള്ള ശ്രമത്തിലാണ്. നിയോൺ വിളക്കുകളൊക്കെ ഇട്ട് പലപ്പോഴും ഈ രാവിനെ എന്തുമാത്രം നീട്ടാവുന്ന ശ്രമത്തിലാണ് നമ്മൾ. ഒരു വലിയൊരു ഡ്യൂറേഷനിൽ ഇതുണ്ടാക്കാൻ പോകുന്ന വലിയ അപായങ്ങളുണ്ട്, വലിയ അപകടങ്ങളുണ്ട്. അത് നിശ്ചയമായിട്ട് ഈ IT മേഖലയിൽ നമ്മുടെ ചെറിയ മക്കളൊക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണെന്ന് തോന്നുന്നു. കാരണം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ട്യൂണിങ്ങിന് അനുസരിച്ചിട്ട് വിശ്രമിക്കേണ്ട ഒരു സമയത്ത്, വേറൊരു നാട്ടിൽ ആ സമയത്ത് പകലാണെന്നൊരു ഘടകം കൊണ്ട് മാത്രം തങ്ങളുടെ രാത്രിയെ പകലാക്കാൻ വേണ്ടി കടപ്പെട്ട അല്ലെങ്കിൽ അതിന് കപ്പം കൊടുക്കേണ്ടി വരുന്ന നമ്മുടെ മക്കൾ. സ്വാഭാവികമായിട്ട് അവരിലുണ്ടാക്കുന്ന സ്ട്രെസ് ഇത് ദൂരത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കാര്യം ശരിയാണ്, വളരെ ക്വാളിഫൈഡ് ആയിട്ടൊക്കെ അവർ ജീവിക്കണത്, വളരെ നല്ല ലൈഫ് സ്റ്റൈലുണ്ട്. പക്ഷേ എന്നിട്ടും വൈകാതെ ഈ ലൈഫ് സ്റ്റൈൽ സിക്നസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇരകളായിട്ട് ഈ കുഞ്ഞുങ്ങളും മാറും. നമ്മൾക്കറിയാം, ഇപ്പം ഉണ്ടാകുന്ന മിക്കവാറും രോഗങ്ങൾ നമ്മൾ വിളിക്കുന്ന വാക്ക് ഈ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പുനർവിന്ദത്തിന് ആവശ്യമുണ്ട്. ഇപ്പം അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമ്മുടെ മലയാളി സമൂഹം ഗൗരവമായിട്ട് ശ്രദ്ധിച്ച ഈ നേഴ്സസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, എന്തുമാത്രം സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഈ നമ്മുടെ ചെറിയ പെൺകുട്ടികൾ അനുഭവിക്കുന്നതിനെക്കുറിച്ച് ഇത്രയും കാലം നമ്മുടെ ഒരു പൊതുസമൂഹം വല്ലാതെ ഇങ്ങനെ കണ്ണും പൂട്ടിയിരിക്കുകയായിരുന്നു. അടുത്ത കാലത്ത് അവരുടെ ഭാഗത്തുണ്ടായ ചില നിലപാടുകൾ, അവരുടെ ഭാഗത്തുണ്ടായ ചില റിബല്യസ് എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടാവുന്ന ചില പ്രതികരണങ്ങൾ ഒരുപക്ഷെ അതിലേക്കൊരു സവിശേഷമായ ശ്രദ്ധ നമ്മളെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ എല്ലായിടങ്ങളിലും ഈ വിശ്രമിക്കാനായിട്ടുള്ളൊരു ക്ഷണം നിലനിൽക്കുമ്പോൾ തന്നെ വിശ്രമിക്കാനായിട്ടുള്ള അവസരം, വിശ്രമിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ചെറിയ മക്കൾക്ക് പോലും ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്, അമ്മയുടെ വിശ്രമത്തെ തങ്ങൾ സഹായിക്കുന്നുണ്ടോ? വേണമെങ്കിൽ ഒന്ന് ഇത്തിരി പാത്രങ്ങൾ കഴുകാനായിട്ട് നടുക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്മ കറിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി ഒന്ന് നുറുക്കിക്കഴിഞ്ഞാലൊക്കെ അത് അവളുടെ വിശ്രമത്തെ സഹായിക്കത്തില്ലേ? അപ്പോൾ കുറേ കൂടി നീതിപൂർവമായ സമൂഹത്തിൽ, കുറേ കൂടി സെൻസിറ്റിവിറ്റിയുള്ള സമൂഹത്തിൽ മാത്രമേ ഈ വിശ്രമം സാധ്യമാകുമെന്ന് തോന്നുന്നു. ആനി ഡിമെല്ലോ പറഞ്ഞ കഥ കണക്കാ, ഒരാളിങ്ങനെ കാട്ടിലൂടെ പോവുകയാണ്, ഓരോ ചില്ലയിലും തട്ടി ഓരോ മരക്കൊമ്പിലും കുരുങ്ങിയൊക്കെ അയാളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വഴിയാത്രക്കാരൻ ശ്രദ്ധിച്ചിട്ടും അയാൾക്ക് ഒരു കൺകെട്ടുണ്ട്. ആ കറുത്ത ചരടങ്ങൾ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ യാത്ര ക്ലേശരഹിതമായി മാറും, സുഗമമായി മാറും. അയാൾ വിളിച്ചു പറഞ്ഞു, ആ കെട്ടഴിച്ച് മാറ്റിയിരുന്നെങ്കിൽ നിങ്ങളുടെ യാത്ര എത്ര നന്നായേനെ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അത്രയും തിരക്കാം, ഒരു കെട്ടഴിച്ച് മാറ്റാൻ മാത്രം നേരമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ നടന്നു പോയിക്കോട്ടെ. ഇത് കൃത്യമായിട്ട് നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ മെറ്റഫറ. ഒന്ന് കണ്ണുപൂട്ടിയിരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട്, ഒന്ന് ചില കാര്യങ്ങൾ വിട്ടുകളയാൻ നേരമില്ലാത്തത് കൊണ്ട് കഠിനമായ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും വലിയൊരു അപരാധമാണ് വാസ്തവത്തിൽ. നമ്മൾ പറയുന്ന കണക്ക് ഇങ്ങനെ 0 എറർ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാവരും വിചാരിക്കണം എങ്ങനെയാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു എററും പാടില്ല. അങ്ങനെയൊക്കെ ഒരു ബോസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളുടെ കീഴേ ഉള്ളവർക്ക് കഠിന സമ്മർദ്ദം ഉണ്ടാകും. അപ്പം ഇങ്ങനെ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വിശ്രമം ഇല്ലാതെ നടക്കുന്ന മനുഷ്യർ ഓരോ ഇടങ്ങളിലും തട്ടി ചോരപൊടി നിങ്ങൾ കാണുന്നില്ലേ? അത് അവരെ മാത്രമല്ല വിഷമിപ്പിക്കേണ്ടത്, അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ ഉറ്റവരെ. ഈ വിശ്രമമില്ലാത്തവരുടെ ജീവിതം അവരെ മാത്രമല്ല തകർത്ത് കളയുന്ന, മറിച്ച് അവരുമായിട്ട് ചേർന്നിട്ടൊരു ചെറിയൊരു ഗാർഹിക സമൂഹമുണ്ട്. സ്വാഭാവികമായിട്ട് അത് അവരുടെ മീതെ എന്തുമാത്രം പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, അതും നമ്മൾ കാണാതെ പോകരുത്. റിട്രീറ്റ് എന്നൊക്കെ പറയുന്ന വാക്ക് പോലും ഈ വിശ്രമിക്കാനുള്ള ക്ഷണവാസത്തിൽ. നിർഭാഗ്യവശാൽ അങ്ങനെയല്ല നമ്മുടെ കാലത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തും കുറേ അധികം കാര്യങ്ങൾ ചെയ്ത് വളരെ ഉറക്കെ പാടി ദീർഘമായ പ്രഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പ്രഭാഷണങ്ങളിൽ ഇരുന്നൊക്കെ ആയിട്ട് നമ്മളിതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക. ആ റിട്രീറ്റ് എന്ന് പറയുന്ന സംഭവം പോലും ബാക്ക് ടു ബേസ് എന്ന പതാകയൊക്കെ ഇങ്ങനെ താഴോട്ടിടുന്നൊരു പരിപാടിയുടെ പേരാണ് റിട്രീറ്റ്. വാഗാ അതിർത്തിയിലൊക്കെ എല്ലാ പുലരിയിലും ഇപ്പുറത്തുനിന്ന് പാകിസ്ഥാൻ ജവാന്മാരും ഇവിടുന്ന് ഇന്ത്യൻ ജവാന്മാരും വന്നിട്ട് തങ്ങളുടെ പതാക ഇങ്ങനെ താഴോട്ടൊന്ന് താത്തിയിട്ട് ഒന്ന് പിൻവാങ്ങുന്നൊരു പ്രക്രിയയുണ്ട്. അതിൻ്റെ പേരാണ് റിട്രീറ്റ്, ബാക്ക് ടു ബേസ്. വിശ്രമിക്കാനുള്ള ക്ഷണമാണ് റിട്രീറ്റ് എന്ന് പോലും നമ്മൾ പതുക്കെ പതുക്കെ മറന്നു പോവുകയാണ് നമ്മുടെ കാലത്തിൽ. നസ്രത്തിൽ യേശു എല്ലാവരും ക്ഷണിക്കുക, വരിക,
നമുക്ക് മറുകരയിലേക്ക് പോയി വിശ്രമിക്കാം. വിശ്രമിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും വിശ്രമിക്കാനായിട്ട് തൻ്റെ സഹചര്യം അനുവദിക്കുന്ന നന്മ നിറഞ്ഞ മനുഷ്യരുമൊക്കെ ഈ ഭൂമിയിൽ ഇനിയും ഉണ്ടാവട്ടെ. അവരുടെ വംശം പെരുകട്ടെ എന്ന് ഈ രാത്രിയിൽ ആശംസിക്കട്ടെ. ജീവിതം പ്രഭാമയം സന്നിധാനം.